നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഭാരതീയ ജ്യോതിഷ പാരമ്പര്യത്തിലെ നക്ഷത്രങ്ങളിൽ ആകാശമണ്ഡലത്തിൽ ധനുരാശിയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം അതിൻ്റെ ഊർജ്ജസ്വലത കൊണ്ടും ലക്ഷ്യബോധം കൊണ്ടും സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്നു. ജ്യോതിശാസ്ത്രപരമായി നോക്കിയാൽ ധനുരാശിയിൽ 13°20' മുതൽ 26°40' വരെയുള്ള ഭാഗത്താണ് പൂരാടം നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നത്. പൂർവ്വ ആഷാഢം എന്ന സംസ്കൃത പദത്തിന്റെ ആദ്യത്തെ അജേയമായവൻ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ കഴിയാത്തവൻ എന്നാണ് അർത്ഥം. ഈ പേര് തന്നെ നക്ഷത്രക്കാരുടെ സ്വഭാവത്തിന്റെ കാതലായ വശം വെളിപ്പെടുത്തുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള അവരുടെ കരുത്തും ലക്ഷ്യം നേടുന്നതുവരെ വിശ്രമിക്കാത്ത പ്രകൃതവും ഈ നാമകരണത്തിന് പിന്നിലുണ്ട്. പൂരാട നക്ഷത്രം പൂർണ്ണമായും ധനുരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധനുരാശിയുടെ അധിപൻ വ്യാഴമാണെങ്കിലും പൂരാട നക്ഷത്രത്തിന്റെ നാഥൻ ശുക്രനാണ്. വ്യാഴത്തിന്റെ വിവേകവും ശുക്രന്റെ സൗന്ദര്യബോധവും ആഡംബരത്തോടുള്ള താല്പര്യവും ഈ നക്ഷത്രക്കാരിൽ സമന്വയിച്ചിരിക്കുന്നു. ഇവർക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ആത്മവിശ്വാസവും ഭാഗ്യ അനുഭവങ്ങളും ഈ ഗ്രഹങ്ങളുടെ സവിശേഷമായ വിന്യാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. രാശി ധനുരാശി. അധിപൻ ശുക്രൻ. ദേവത ജലദേവത. ചിഹ്നം മുറം, ആനക്കൊമ്പ്, വിശറി എന്നിവയാണ്. ഗണം മനുഷ്യഗണം. യോനി വാനരൻ. ഭൂതം വായു. പക്ഷി കോഴി. വൃക്ഷം പഞ്ചിമരം. മൃഗം കുരങ്ങ്. ദോഷം പിത്തം. സ്വഭാവം ക്രൂര ഉഗ്ര എന്നിവയാണ്. ഈ നക്ഷത്രത്തെ 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ പാദവും ഓരോ നവാംശ രാശിയിലാണ് വരുന്നത്. ഒരു വ്യക്തിയുടെ ജനന സമയത്ത് ചന്ദ്രൻ ഏത് പാദത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ പാദത്തിന്റെ സവിശേഷതകൾ കൂടി ആ വ്യക്തിത്വത്തിൽ പ്രതിഫലിക്കും. 1-ാം പാദം ചിങ്ങ നവാംശം. ആത്മവിശ്വാസം, അധികാരം, ബഹുമാനവും. 2-ാം പാദം കന്നി നവാംശത്തിൽ കാര്യക്ഷമത, ബുദ്ധിശക്തി, പ്രായോഗികതയും. 3-ാം പാദം തുലാം നവാംശത്തിൽ ആഡംബരം, കലകളോടുള്ള താല്പര്യം, സമാധാനവും. 4-ാം പാദം വൃശ്ചിക നവാംശത്തിൽ രഹസ്യാത്മകത, ദൃഢനിശ്ചയം, പോരാട്ടവീര്യം എന്നീ സവിശേഷതകൾ കൂടിയാണ് വരുന്നത്. പൂരാട നക്ഷത്രത്തിന്റെ അതിദേവത ജലമാണ്. വേദങ്ങളിൽ ജലത്തെ എല്ലാ ജീവന്റെയും ഉറവിടമായും ശുദ്ധീകരണത്തിന്റെ പ്രതീകമായും കണക്കാക്കുന്നു. ജലം പോലെ അചഞ്ചലമായ പ്രവാഹമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത്. എത്ര വലിയ പാറക്കെട്ടുകളെയും മുറിച്ചു കടക്കാൻ ജലത്തിന് സാധിക്കുന്നത് പോലെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പൂരാട നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവുണ്ട്. ജലത്തിന് വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. അത് ശാന്തമായ തടാകത്തെയും വേഗത്തിലുള്ള നദിയായും പ്രക്ഷുബ്ധമായ സമുദ്രമായും മാറാം. അതുപോലെ തന്നെ പൂരാട നക്ഷത്രക്കാരുടെ സന്ദർഭത്തിനനുസരിച്ചുള്ള തങ്ങളുടെ സ്വഭാവം മാറ്റാൻ കെൽപ്പുള്ളവരുമാണ്. ഇവർ പുറമെ ശാന്തരായി കാണപ്പെടുമെങ്കിലും അവരുടെ ഉള്ളിൽ എപ്പോഴും ലക്ഷ്യത്തിലേക്കുള്ള പ്രവാഹം നടന്നുകൊണ്ടിരിക്കും. ജലദേവത വരുണന്റെ പത്നിയായും സമുദ്രത്തിന്റെ അധിപയായും സങ്കല്പിക്കപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ അഗാധമായ വിജ്ഞാനവും തിരിച്ചറിവും ഇവർക്ക് സഹജമാണ്. ജലത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ ഇവരുടെ സ്വഭാവത്തിലും കാണാം. പഴയ അനാചാരങ്ങളെയും ചിന്താഗതികളെയും കഴുകിക്കളഞ്ഞ് പുതിയ രീതിയിൽ കൊണ്ടുവരാൻ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും. സ്നാനം ചെയ്യുന്നതിലൂടെ ശരീരം ശുദ്ധിമാകുന്നത് പോലെ മാനസികമായ ശുദ്ധി വരുത്താൻ ഇവർ ആത്മീയ മാർഗങ്ങളും ധ്യാനമൊക്കെ സ്വീകരിക്കാറുണ്ട്. പൂരാട നക്ഷത്രത്തെ സൂചിപ്പിക്കാൻ 3 പ്രധാന ചിഹ്നങ്ങളാണ് ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നത്. ഓരോ ചിഹ്നവും ഈ നക്ഷത്രക്കാരുടെ ഗുണങ്ങളെയും അവർ ജീവിതത്തിൽ കൈക്കൊള്ളേണ്ട രീതികളെയും വ്യക്തമാക്കുന്നു. മുറം നെല്ലിൽ നിന്ന് ഉമി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മുറം വിവേചന ബുദ്ധിയുടെ പ്രതീകമാണ്. ജീവിതത്തിലെ അനാവശ്യമായ തടസ്സങ്ങളെയും തെറ്റായ ചിന്തകളെ ഒഴിവാക്കി യാഥാർത്ഥ്യത്തെ കണ്ടെത്താൻ മുറം സഹായിക്കുന്നു. ആനക്കൊമ്പ്. ആനയുടെ കരുത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതിരൂപമാണ് കൊമ്പ്. വിഘ്നങ്ങളെ നീക്കുന്ന ഗണപതിയുമായി ഇതിന് ബന്ധമുണ്ട്. പൂരാട നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ തടസ്സങ്ങളെ ഇല്ലാതാക്കാനും വലിയ സമ്പത്ത് ആർജിക്കാനുമുള്ള ശേഷിയുണ്ട്. വിശറി. വിശറി എന്നത് ചൂടിനെ അകറ്റി തണുപ്പ് നൽകുന്ന ഉപാധിയാണ്. പൂരാട നക്ഷത്രക്കാർ മറ്റുള്ളവർ സമാധാനവും ആശ്വാസവും നൽകാൻ താല്പര്യപ്പെടുന്നവരാണ്. കൂടാതെ കെട്ടുപോകുന്ന കനലിനെയും വിശറി ഉപയോഗിച്ച് വീശി ആളിക്കത്തിക്കാൻ സാധിക്കും. ഇത് അവരുടെ ആവേശം അണയാതെ നിലനിർത്താനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ പ്രസന്നമായ മുഖപ്രകൃതിയുള്ളവരായിരിക്കും. ആകർഷകമായ വ്യക്തിത്വത്തിനുടമകളുമാണ്. അവരുടെ സ്വഭാവത്തിലെ സങ്കീർണതകളെയും ഗുണങ്ങളെയുമാണ് ഈ പറയുന്നത്. അജേയമായ ആത്മവിശ്വാസം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവരുടെ പൊതുവായ പ്രകൃതം. ഏത് പ്രതിസന്ധിയിലും തളരാത്ത മനക്കരുത്ത് ഇവരുടെ പ്രത്യേകതയാണ്. തങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിനായി അവസാനം വരെ പോരാടാൻ ഇവർ തയ്യാറാകും. ഈ ആത്മവിശ്വാസം പലപ്പോഴും ഇവർ സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങൾ നേടിക്കൊടുക്കും. പൂരാട നക്ഷത്രക്കാർ മികച്ച വാഗ്മികളായിരിക്കും. യുക്തിപൂർവ്വം സംസാരിക്കാനും മറ്റുള്ളവരെ ബോധിപ്പിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. വാദപ്രതിവാദങ്ങളിൽ ഇവരെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യം കൂടിയാണ്.
മനോഹരമായ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നതിനാൽ സെയിൽസ്, മാർക്കറ്റിംഗ്, വക്കീൽ തുടങ്ങിയ ജോലികളിൽ ഇവർ ശോഭിക്കുന്നുണ്ട്. ഇവർ വളരെ മൃദുവായ ഹൃദയമുള്ളവരും സത്യസന്ധരുമായിരിക്കും. കപടതയെയും കാപട്യത്തെയും അത്യധികം വെറുക്കുന്നവരാണ്. ജീവിതത്തിൽ ഒരിക്കൽ ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കാൻ ഇവർ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അങ്ങേയറ്റം വിശ്വസ്തത പുലർത്തുന്ന ഇവർക്ക് ദീർഘകാല സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരിക്കും. സ്വഭാവത്തിലെ ഒരു പ്രധാന പോരായ്മ എന്നത് എടുത്തുചാട്ടം അഥവാ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയാണ്. ഇതിന്റെ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ കാര്യങ്ങൾ ഏർപ്പെടുന്നത് പലപ്പോഴും വിനയാകാറുമുണ്ട്. എടുത്ത തീരുമാനം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും അത് തിരുത്താൻ ഇവർക്ക് വലിയ പ്രയാസമായിരിക്കും. ഈ വാശി പലപ്പോഴും ജീവിതത്തിൽ വെല്ലുവിളികളും സൃഷ്ടിക്കാറുണ്ട്. പൂരാട നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് ഉപദേശം നൽകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ ഇവർക്കത്ര താല്പര്യവും ഉണ്ടാകാറില്ല. തൻ്റെ അറിവിനെക്കുറിച്ചുള്ള അല്പ അഭിമാനം ഇവർക്കുണ്ടാകും. ഇത് ചിലപ്പോൾ അഹങ്കാരമായി മറ്റുള്ളവർക്ക് തോന്നാനും ഇടയുള്ളതാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും പൂരാട നക്ഷത്രം വ്യത്യസ്ത രീതിയിലാണ് സ്വാധീനം ചെലുത്തുന്നത്. പുരുഷന്മാർ പൂരാട നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ബുദ്ധിമാന്മാരും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും. അവർക്ക് കലകളോടും സംഗീതത്തോടും വലിയ താല്പര്യവുമുണ്ടാകും. ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്തവരാണെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം ഇവരെ ദോഷകരമായി ബാധിക്കാനും ഇടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ ഭാര്യയോട് വളരെ സ്നേഹമുള്ളവരായിരിക്കും. മാതാപിതാക്കളെക്കാൾ ഭാര്യ വീട്ടുകാരോടായിരിക്കും ഇവർക്ക് കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്യുന്നത്. ഊർജ്ജസ്വലതയും ബുദ്ധിശക്തിയുമാണ് ഈ സ്ത്രീകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം. ഇവർ നല്ല വിദ്യാഭ്യാസമുള്ളവരും കരിയറിൽ വലിയ ഉയരങ്ങളിൽ എത്തുന്നവരുമായിരിക്കും. തുറന്നു സംസാരിക്കുന്ന പ്രകൃതമായതിനാൽ ചിലപ്പോൾ ഇവരുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനും ഇടയുണ്ടാകും. എങ്കിലും ഇവർ വിശ്വസ്തരായ സുഹൃത്തുക്കളും ഉത്തരവാദിത്തമുള്ള വീട്ടമ്മമാരുമായിരിക്കും. പ്രായം കൂടുന്തോറും ഭർത്താവിനോടുള്ള ഇവരുടെ സ്നേഹം ഉയർന്നു വരുന്നതായി കാണുന്നുമുണ്ട്. പൂരാട നക്ഷത്രക്കാർ പൊതുവെ പഠനത്തിൽ മിടുക്കരായിരിക്കും. വിശാലമായ ചിന്താഗതിയും ജിജ്ഞാസയുള്ളതിനാൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ ഭാഗ്യം കരിയർ തെളിയുന്നത് സാധാരണയായി 32 വയസ്സിന് ശേഷമാണ്. 50 വയസ്സുവരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഏറ്റവും വലിയ സുവർണകാലമായിരിക്കും. പൂരാട നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖല വൈദ്യരംഗം, ഡോക്ടർമാർ, സർജൻമാർ, ബയോളജിസ്റ്റ്, കലകളിൽ സംഗീതം, നൃത്തം, അഭിനയം, പെയിന്റിംഗ്, ബിസിനസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, ഹോട്ടൽ വ്യവസായം എന്നിവയിലും, സാമൂഹ്യ സേവനം, രാഷ്ട്രീയക്കാരൻ, സന്നദ്ധ പ്രവർത്തകൻ, അധ്യാപകന്മാരും, പ്രതിരോധം, സാങ്കേതികത്തിൽ നേവി, കരസേന, നാവികസേന, വ്യോമയാനം, ട്രാൻസ്പോർട്ട് എന്നിവയിലും, സർഗാത്മക എഴുത്ത്, കവി, നോവലിസ്റ്റ്, ജേർണലിസ്റ്റ് എന്നിവ ഇവർക്ക് അനുയോജ്യമാണ്. ഇവർക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗുണം നല്ലൊരു ടീമിനൊപ്പം ജോലി ചെയ്യുന്നതാകും. വിശ്വസ്തരായ ആളുകളെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ ബിസിനസ്സിലും ഇവർക്ക് വലിയ വിജയം നേടാം. പൂരാട നക്ഷത്രക്കാർ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണെങ്കിലും മാതാപിതാക്കളിൽ നിന്ന് ഇവർക്ക് വലിയ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കണമെന്നില്ല. പലപ്പോഴും ജന്മനാട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. വിവാഹ കാര്യത്തിൽ നക്ഷത്രപ്പൊരുത്തം പൂരാടത്തിന് വളരെ പ്രധാനമാണ്. രേവതി നക്ഷത്രമാണ് പൂരാടത്തിന്റെ ഏറ്റവും അനുയോജ്യമായ നക്ഷത്രമായി കരുതപ്പെടുന്നത്. തിരുവാതിര, മൂലം, ഉത്രാടം, ചോതി എന്നിവ മികച്ച പൊരുത്തമായി കണക്കാക്കുന്നുണ്ട്. വിവാഹം അല്പം വൈകാൻ സാധ്യതയുണ്ടെങ്കിലും സന്തുഷ്ടമായ ദാമ്പത്യം ഇവർക്ക് ലഭിക്കും. പുരുഷന്മാർ ഭാര്യയോട് വളരെ വിശ്വസ്തരായിരിക്കും. സ്ത്രീകൾ വീടിന്റെ ഭരണത്തിൽ സമർത്ഥരുമായിരിക്കും. മക്കൾ മിടുക്കന്മാരും സമൂഹത്തിൽ പേരെടുക്കുന്നവരുമായിരിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മക്കളുടെ കാര്യത്തിൽ ചില അസ്വാരസ്യങ്ങളും ഉണ്ടാകും. പൂരാട നക്ഷത്രം പിത്തദോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇവർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. നടുവേദനയും സന്ധിവേദനയും ഇവരെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. ചുമ, ജലദോഷം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വരാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. രക്തവുമായി ബന്ധപ്പെട്ട അണുബാധകളും ക്ഷീണവും വരാനും സാധ്യത കാണുന്നുണ്ട്. പൂരാട നക്ഷത്രമായ സ്ത്രീകൾ ഗർഭപാത്രം, തുടകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. പൂരാട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വരാവുന്ന പ്രധാന വെല്ലുവിളികളും ജ്യോതിഷം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവം ബിസിനസ്സിലും ബന്ധങ്ങളിലും വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കാം. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് പലപ്പോഴും ശത്രുക്കളെ സൃഷ്ടിക്കാം. വാക്ക് പാലിക്കും എന്ന വാശി ചിലപ്പോൾ പ്രായോഗികമല്ലാത്ത വാഗ്ദാനങ്ങൾ നൽകാനും ഇടയാകും. സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെങ്കിലും അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഇവർക്ക് ലഭിക്കാറുണ്ട്. ഇതുവരെ മാനസികമായി തളർത്തും. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് കാത്തു നിൽക്കാതെ തൻ്റെ കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. ചില പ്രത്യേക ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പൂരാട നക്ഷത്രക്കാർ ആത്മീയമായ ചിട്ടകൾ തെറ്റിച്ചാൽ അത് അവരുടെ ആരോഗ്യത്തെയും പുരോഗതിയെയും ബാധിക്കും എന്ന് പറയുന്നു. പതിവായുള്ള മന്ത്രജപങ്ങളോ വഴിപാടുകളോ പാതി വഴിയിൽ നിർത്തിയാൽ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇവരുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ അജ്ഞാതരായ വ്യക്തികളിൽ നിന്ന് സഹായം ലഭിക്കുമെന്നും പറയപ്പെടുന്നു. പൂരാട നക്ഷത്രക്കാർക്ക് ഭാഗ്യം വർദ്ധിപ്പിക്കാനായി ചില ഘടകങ്ങളുണ്ട്. ഭാഗ്യസംഖ്യ 6 ആണ് പൂരാടത്തിന്റെ പ്രധാന ഭാഗ്യസംഖ്യ.
കൂടാതെ 2, 3, 9 എന്നിവയും ഇവർക്ക് ഗുണകരമാണ്. ഭാഗ്യനിറം വെളുപ്പ്, മഞ്ഞ, പിങ്ക് എന്നിവയാണ്. ഭാഗ്യദിനങ്ങൾ വെള്ളി, തിങ്കൾ, ഞായർ എന്നിവ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി തിരഞ്ഞെടുക്കാം. മഹാലക്ഷ്മി ആരാധന. അധിപൻ ശുക്രനായതിനാൽ ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി നൽകും. നിത്യവും മഹാലക്ഷ്മി അഷ്ടകം, കനകധാര സ്തോത്രം എന്നിവ ജപിക്കുക. മഹാവിഷ്ണു ഭജനം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പാൽപായസം വഴിപാടായി സമർപ്പിക്കുക. വെള്ളിയാഴ്ചകളിൽ ജലദീപം തെളിയിക്കുന്നത് നല്ലതാണ്. ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർ തുടർച്ചയായി 13 ദിവസം ദേവി സൂക്തം ജപിക്കുകയും ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്.